നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സന്ദീപേ, നിനക്കെന്നോട് ദേഷ്യമായിരിക്കുമെന്ന് എനിക്കറിയാം. അത്രയ്ക്കും ഞാൻ നിന്നെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടുണ്ട്. തല്ലി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. അതൊന്നും നീ മനസ്സിൽ വെക്കരുത്. അതൊക്കെ ഞാൻ അപ്പൊ തന്നെ മറന്നില്ല അനുവേട്ട. എനിക്കറിയായിരുന്നു എന്തെങ്കിലും അനുവേട്ട എന്നോട് മിണ്ടുവെന്ന്. അന്ന് ഏട്ടനോട് പറയാൻ ഞാൻ ഒരു വാക്കേ സൂക്ഷിച്ചിട്ടുള്ളൂ. മാപ്പ്, എല്ലാത്തിനും മാപ്പ്. ചെയ്തതൊക്കെ തെറ്റുകളായിരുന്നു. അതില് അനുപേട്ട ഒരുപാട് വേദനിച്ചെന്ന് എനിക്കറിയാം. ഒന്നും മനഃപൂർവ്വം അല്ലായിരുന്നു. കഴിഞ്ഞതൊക്കെ പോട്ടെ സന്ദീപേ. ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. രണ്ടുപേർക്കും അപ്പൊ ഇനി ഒരു പ്രശ്നവും ഇല്ലല്ലോ? അതല്ലേ ആ പറഞ്ഞതിനർത്ഥം? അതെ. അല്ലെങ്കിൽ തന്നെ എന്റെ സഹോദരങ്ങളോട് എനിക്ക് എത്ര നാൾ പണങ്ങിയിരിക്കാൻ പറ്റും മീരെ? എനിക്കൊരാവശ്യം വന്ന ഇവരല്ലേ ഉള്ളൂ. ഇപ്പൊ എനിക്കറിയാം എന്റെ രണ്ട് സഹോദരിമാരും ഇവിടെ നല്ലതുപോലെ സന്തോഷത്തോടെ കഴിയുമെന്ന്. അത് കേൾക്കുമ്പോഴാ എന്റെ സന്തോഷവും സംതൃപ്തിയും. ഒരേട്ടനെന്ന നിലയിൽ അതിനപ്പുറം എനിക്കൊന്നും വേണ്ട. പിന്നെ സച്ചി എവിടെ? ഞാൻ സച്ചി ഒന്ന് കാണാനാ വന്നത്. സച്ചി മുകളിലുണ്ട് അനുപേട്ട. ഞാൻ സച്ചി ഒന്ന് കണ്ടിട്ട് വരാം. ആതിരേ, എന്നോട് ഏട്ടന് പണക്കൊന്നുമില്ല കേട്ടോ. സച്ചി. അനുപേട്ടനോ? വാ അനുപേട്ട. അർച്ചനെ കാണാനാണോ അനുപേട്ടൻ വന്നേ? അർച്ചന എന്തോ ആവശ്യത്തിന് പുറത്തു പോയെന്ന് തോന്നുന്നു. ഞാൻ വന്ന് സച്ചി ഒന്ന് കാണാൻ വേണ്ടി തന്നെ. സച്ചി എന്നോട് അച്ഛനെ അറിയിക്കരുതെന്ന് പറഞ്ഞൊരു കാര്യം എന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് അവളോട് പറയേണ്ടി വന്നു. അവളറിഞ്ഞാൽ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് കരുതിയാ ഞാൻ അവളോട് പറഞ്ഞത്. അർച്ചന അറിയാത്ത ഒരു കാര്യവും എന്റെ ജീവിതത്തിൽ ഇല്ല അനുപേട്ട. ഇനിയിപ്പോ ഉണ്ടാവുകയില്ല. പിന്നെ ആ കാശിന്റെ കാര്യം ഞാൻ പറയണ്ടെന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. ഞാനാണത് ചെയ്തോന്ന് എല്ലാവരും അറിഞ്ഞ് അനുപേട്ടനെ കൊച്ചാക്കണ്ടെന്ന് കരുതി. അത്രേ ഉള്ളൂ. ദുരഭിമാനം മുറുകെ പിടിച്ച് ജീവിച്ച ഞാൻ ഏതൊക്കെ സാഹചര്യങ്ങളിൽ കൂടിയാണ് ഇപ്പൊ ജീവിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ചിരിക്കണോ കരയണോ എന്ന് പോലും അറിയാത്ത അവസ്ഥയല്ല. കുഞ്ഞിന് പെട്ടെന്നൊരു വയ്യായിക വന്ന ഓട്ടോ പിടിക്കാൻ പോലും കാശില്ലാത്തവന് എന്ത് ദുരഭിമാനം.
മറ്റുള്ളവരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുത്. എൻ്റെ കാര്യത്തിന് മറ്റൊരാളെ ആശ്രയിക്കരുത്. ഈ 2 കാര്യവും എനിക്ക് നിർബന്ധമായിരുന്നു. ചില സാഹചര്യത്തിൽ നമ്മുടെ വ്യക്തിത്വവും തീരുമാനവും എല്ലാം മാറ്റേണ്ടി വരുമല്ലോ. അതിൽ നിന്നുണ്ടായത് ഇതെല്ലാം. അനുപേട്ടൻ ഇനി ആ കാശിന്റെ കാര്യം പറഞ്ഞ് വിഷമിക്കരുത്. അനുപേട്ടനും ബാക്കിയുള്ളവരും വിഷമിക്കുന്നത് കാണാൻ വയ്യാത്തോണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. അർച്ചന എല്ലാം എന്നോട് പറഞ്ഞു. സച്ചിയെ പൈസ കൊടുത്ത് ഞങ്ങളെ സഹായിച്ചതല്ലേ. ആരാണെന്ന് തിരിച്ചറിയാതെ വലിയൊരു തെറ്റിദ്ധാരണയിലായിരുന്നു ഞങ്ങൾ ഇത്രയും നാളും. അറിവില്ലായ്മ കൊണ്ട് ഇവരെ തെറ്റിദ്ധരിപ്പിച്ചത് ഞാനാ. ഈ പൈസയുടെ പേരിൽ പഴി കേൾക്കേണ്ടി വന്നപ്പോഴൊന്നും ഞാൻ അറിഞ്ഞില്ല സച്ചിയാണ് പൈസ കൊടുത്തേന്ന്. നന്ദി എങ്ങനെയാ പറഞ്ഞറിയിക്കേണ്ടെന്ന് അറിയില്ല. ദേ അടുത്തത്. അനുപേട്ടനോട് നിങ്ങളോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഇതൊരു വലിയ മഹത്തരമായ കാര്യമാണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. എന്റെ അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും സ്വന്തം വീട് വിട്ട് നടുറോഡിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്നൊരു അവസ്ഥ വന്നപ്പോ ഞാൻ ചെലവാക്കിയ കാശിന് എന്തിനാ നിങ്ങൾ എന്നോട് നന്ദി പറയുന്നേ? ദേ ഇവിടെ വെച്ച് നമ്മളിത് വിടുവാണേ. ഇനി ഈ കടം തീർത്ത കാര്യം ആരും പറയരുത്. ഇല്ല, പറയില്ല. ഞാനിങ്ങോട്ട് വന്നത് മറ്റൊരു കാര്യം കൂടി പറയാനാ. സമയം കിട്ടുമ്പോൾ ഒരു ദിവസം സച്ചിയും അച്ഛനും കൂടെ വീട്ടിലേക്ക് വരണം. നിങ്ങൾ മാത്രമല്ല, സന്ദീപിനെയും ആതിരയും കൂട്ടണം. നമുക്കെല്ലാവർക്കും കൂടെ ഒരു ദിവസം അവിടെ കൂടാം. അത് ഡബിൾ ഓക്കെ. നമ്മളെല്ലാവരും ഫ്രീ ആവുന്ന ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ട് വരാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. 1-2 സ്ഥലത്ത് കൂടി പോകാനുണ്ട്. ശരി അനുപേട്ടാ. ആ പോട്ടെ മോളെ. ആതിരയും സന്ദീപും അവിടെ. അവള് കുളിക്ക. ആ അവരോട് പറഞ്ഞേക്ക് ഞാൻ ഇറങ്ങിയെന്ന്. എടുത്തി അനുപേട്ട ഒരു മിനിറ്റ്. ആ ദേ ഇതിന്റെ പേരും പറഞ്ഞ് ഇപ്പൊ തന്നെ അന്ത്യടുത്തിയോടും അനിക്കയോടും ഒന്നും വഴക്കിന് പോവല്ലേ. നീ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ഞാനൊന്നും മിണ്ടുന്നില്ല. പക്ഷെ ഇനി ഒരിക്കൽ കൂടി എന്നോട് ഈ പൈസയുടെ പേരും പറഞ്ഞു വഴക്കിനോ അധിക്ഷേപത്തിനോ വന്ന പിന്നെ നീ എന്നെ തടയരുത്. ഇല്ല, അപ്പ എടുത്തേക്ക് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞു. എന്നാ ഓക്കെ, ഞാൻ അനുപേട്ടനെ പറഞ്ഞു വിട്ടിട്ട് വരാതെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.